ഇനി വെറും 2 മത്സരം മാത്രമേ ബാക്കിയുള്ളൂ. ഈ സീസൺ IPL കഴിയുകയാണ്. ഇപ്രാവശ്യം ടീമുകൾ ആരെയൊക്കെ നിലനിർത്തും? അടുത്ത വർഷം മെഗാ ഓപ്ഷനാണ്. ഒരു ടീമിൽ 4 താരങ്ങളെ മാത്രമേ നിലനിർത്താൻ സാധിക്കൂ. ബാക്കി എല്ലാ താരങ്ങളെയും റിലീസ് ചെയ്യും. അപ്പോൾ ചെന്നൈ, RCB, രാജസ്ഥാൻ, മുംബൈ ഈ ടീമുകൾ നിലനിർത്തുന്ന താരങ്ങളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യമായി ചെന്നൈ ടീമിന് പരിഗണിച്ചാൽ ചെന്നൈ ടീം നിലനിർത്തുന്ന താരങ്ങൾ ജഡേജ, ഋതുരാജ്, ശിവൻ ദുബെ, പതിരാന ഈ 4 താരങ്ങളെയാണ് ചെന്നൈ നിലനിർത്തുന്നത്. ധോണിയെ ലേലത്തിലേക്ക് വിടുകയാണ്. അടുത്ത ടീം മുംബൈ ഇന്ത്യൻസ് ആണ്. മുംബൈ ടീം നിലനിർത്തുന്ന താരങ്ങൾ ബുംറ, ഹാർദിക് പാണ്ഡ്യ, സൂര്യകുമാർ, ടിം ഡേവിഡ് ഈ 4 താരങ്ങളാണ്. രോഹിത് ശർമ്മ ലേലത്തിലേക്ക് പോവുകയാണ്. രോഹിത് ശർമ്മയെ മുംബൈ ടീം നിലനിർത്തില്ലെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ബുംറയ്ക്ക് 15 കോടിയാണ്, പാണ്ഡ്യയ്ക്ക് 12 കോടിയും, അതുപോലെ സൂര്യയ്ക്കും ടിം ഡേവിഡിനും 8-7 കോടിയാണ്. അടുത്ത ടീം RCB ആണ്. RCB നിലനിർത്തുന്ന താരങ്ങൾ കോഹ്ലി, കാമറോൺ ഗ്രീൻ, സിറാജ്, രജിത് പടിഡാർ ഇവരെയാണ് RCB നിലനിർത്താൻ പോകുന്നത്. മാക്സ്വെൽ, ഡുപ്ലസി അടക്കം ലേലത്തിലേക്ക് പോവുകയാണ്. ഈ താരങ്ങളെ RCB റിലീസ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത ടീം രാജസ്ഥാനാണ്. രാജസ്ഥാൻ ടീം നിലനിർത്തുന്ന താരങ്ങൾ സഞ്ജു, ബട്ട്ലർ, ജയ്സ്വാൾ, ട്രെൻഡ് ബോൾട്ട് ഈ 4 താരങ്ങളെ മാത്രമേ രാജസ്ഥാൻ നിലനിർത്തുന്നുള്ളൂ. ബാക്കി ഒരുവിധം എല്ലാ താരങ്ങളും ലേലത്തിലേക്ക് പോവുകയാണ്. അതായത് അശ്വിൻ, ചഹൽ, പരാഗ്, ജൂറൽ തുടങ്ങിയ താരങ്ങൾ ലേലത്തിലേക്ക് എത്തും. മെഗാ ഓപ്ഷനിൽ ഒരു ടീമിന് 4 താരങ്ങളെ നിലനിർത്താം. ഇനി ഓരോ ടീമിനും RTM കാർഡുണ്ട്. അത് വെച്ച് ഒരു താരങ്ങളെ വിളിച്ചെടുക്കാൻ സാധിക്കും. അടുത്ത വർഷത്തെ മെഗാ ഓപ്ഷനോട് കൂടി എല്ലാ ടീമുകളും അടിമുടി മാറാൻ പോവുകയാണ്. പുതിയ താരങ്ങൾ ടീമിലേക്ക് വരും. പുതിയ IPL ടീമിനെ ആയിരിക്കും നമുക്ക് അടുത്ത വർഷം കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അടുത്ത IPL-ൽ ഏത് ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.